ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെള്ളമൊക്കെ പൊങ്ങി വരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. എല്ലായിടത്തും ഭയങ്കര മഴയും. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നോ? വെള്ളമൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ എങ്ങനെയുണ്ട്? അപ്പം എന്താ പറയുക, വെള്ളപ്പൊക്കം, ഈ മഴയും വെള്ളമെന്ന് കേൾക്കുമ്പം ഞാൻ ശരിക്കും പറഞ്ഞ 2018 പ്രളയമാണ് ഓർക്കുന്നത്. എൻ്റെ മോളുടെ വീടും അവിടെ കുട്ടനാട് ആലപ്പുഴയാണ്. അവിടെ അന്നത്തെ ആ ഒരു സംഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അയ്യോ, ഇപ്പോഴും വെള്ളം കയറി, വെള്ളം തോട് നിറഞ്ഞു, റോഡിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കാലവർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വേനൽ മഴയ്ക്കാണ് ഇത്രയും വെള്ളം. പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു, എന്നാലും റോഡിലോട്ടൊക്കെ വെള്ളം കയറി. ഇപ്പോഴും എനിക്ക് അത് ഓർക്കാൻ വയ്യ. അയ്യോ, അതൊരു ഭയങ്കര ഒരു സംഭവമായിപ്പോയി. അന്ന് എൻ്റെ മക്കൾ ദൈവം രക്ഷിച്ചവരെ എന്ന് പറഞ്ഞാൽ മതി. 2 കുഞ്ഞുങ്ങളും മോളും. മോനും ഉണ്ടായിരുന്നു. അവൻ ലീവിന് വന്ന സമയമായിരുന്നു. പക്ഷേ അവരവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതല്ലേ. ഈ വെള്ളം ഇങ്ങനെ കയറി 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 വരുമ്പോഴും അവൻ പറയും, ഇല്ല കുഴപ്പമില്ല, വെള്ളം കയറത്തില്ല, ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്, ഇങ്ങനെ ഇത്ര വെള്ളമൊക്കെ വരത്തുള്ളൂ, അല്ലാതെ വെള്ളം കൂടത്തില്ല 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 എന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞ്. അപ്പോൾ ഈ നിമിഷ നേരം കൊണ്ട് മുറ്റത്ത് കയറി, റോഡിലെല്ലാം ആയി, മുറ്റത്ത് കയറി, കുറേ സ്റ്റെപ്പുകളുണ്ട് സിറ്റ് ഔട്ടിൽ, അതെല്ലാം നിറഞ്ഞു. മിനിറ്റ് വെച്ച് ഇങ്ങനെ വെള്ളം കയറി കയറി കയറിക്കൊണ്ടേയിരിക്കുക സിറ്റ് ഔട്ടിൽ. സിറ്റ് ഔട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പൊക്കമുള്ളതാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് റൂമിലേക്കൊക്കെ കയറാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിളിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും വെള്ളം കയറുന്നു, അങ്ങനെ കയറുന്നു, ഇങ്ങനെ കയറുന്നു. എല്ലാവരും ക്യാമ്പുകളിൽ പോയി, എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ വെള്ളം കയറാത്തടത്തൊക്കെ പോയി, അങ്ങനെ എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കയറി കയറി. അവരെന്നിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേളിൽ എല്ലാം അപ്സ്റ്റേഴ്സിൻ്റെ അവിടെ അതിൻ്റെ മേളിലും എല്ലാം കയറ്റി വെച്ചു. അലമാരകളും ഫ്രിഡ്ജും ഒക്കെ കുറേ പൊക്കി വെച്ച്, ചെയറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തെല്ലാം വെച്ചു. വാഷിംഗ് മെഷീൻ, എല്ലാ സാധനങ്ങളും പൊക്കിയൊക്കെ വെച്ചു. ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ. പക്ഷേ മോക്കറിയോ ഇല്ല, അവിടുത്തെ ആദ്യമായിട്ട് ആണ്. അപ്പം ഈ മോൻ പറയുന്നുണ്ട് വെള്ളം കയറില്ല കയറില്ല കയറില്ല, ഉറപ്പങ്ങ് പറയും. അപ്പം അവരുടെ ബന്ധുക്കാരൊക്കെ അടുത്ത് താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ക്യാമ്പുകളിലൊക്കെ പോയി, എല്ലാവരും പോയി. അവസാനം വെള്ളം ഇങ്ങനെ കയറി റൂമിൻ്റെ എല്ലാം പകുതിയായി. ഈ പിള്ളേരായിട്ട് ഞാൻ എന്നെ ചെയ്യുന്നു, ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആദ്യം പിടിക്കുക. എല്ലാവരും വിളിക്കാവുന്ന നമ്പറുകളിലെല്ലാം വിളിച്ചു. കൺട്രോൾ റൂമുകളിലും അവിടെ എവിടെയും പോലീസ് സ്റ്റേഷനിലെല്ലാം എനിക്കറിയാവുന്ന നമ്പറുകളൊക്കെ ഈ ഗൂഗിളിൽ നിന്നൊക്കെ ഞാൻ തപ്പിയെടുത്ത് ഒത്തിരി സ്ഥലത്തൊക്കെ വിളിച്ചപ്പോൾ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് ആളുകളെ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നു, അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ കേൾക്കുന്നു. ഞാൻ വിളിച്ച് അവർ പറഞ്ഞു, അപ്പം ആ ഒരു പരിസരത്തുള്ളവരെല്ലാം ക്യാമ്പുകളിൽ പോയി. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടുപേരെന്നാ എന്താ, അവിടെയുള്ള ആളുകളെല്ലാം ക്യാമ്പുകളിൽ പോയി, വേറെ ഇനി ആരും അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോളും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഉണ്ട്, ഇപ്പോൾ 2 കുഞ്ഞുങ്ങളാണ് എന്നെല്ലാം ഞാൻ വിളിച്ചിവിടുന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളും എല്ലാം അറിഞ്ഞ, അതിൻ്റെ ആമ്പിള്ളേരും എല്ലാവരും അറിഞ്ഞ് അവരുടെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാരെ എല്ലാം വിളിച്ച്, കുറേ പിള്ളേർ, എൻ്റെ മോടെ ബ്രദറും, അങ്ങനെ എൻ്റെ 2 മക്കളും, എൻ്റെ ഒരു അമ്മാവൻ്റെ മോനും, അങ്ങനെ കുറേ പേരെയായിട്ട് അവരവിടുന്ന് വന്നു. വണ്ടിയെ വന്നു, എവിടെയോ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ട് പിന്നെ അങ്ങോട്ട് വണ്ടി പോകത്തില്ല. അത് തിരുവല്ല കഴിഞ്ഞ് ആ ഭാഗം അങ്ങോട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കഥ ഒത്തിരി നീണ്ടു പോകുന്നുണ്ടോ? പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആ വെള്ളപ്പൊക്കം ഓർക്കുമ്പം എനിക്കതുപോലെ ഭയമാണ്. അങ്ങനെ അവരെല്ലാവരും വന്നു. ഈ പിള്ളേരെയും എല്ലാവരും എടുത്ത് തോളത്തി വെച്ച് വാതുക്കയിൽ തന്നെ നിറഞ്ഞ്, പിന്നെ ഈ അരയ്ക്ക് മേളിൽ വെള്ളമുണ്ട്. വെള്ളമല്ല, ഇങ്ങനെ അവർ കുറേ സ്ഥലത്തൊക്കെ ഇവിടം വരെയൊക്കെ വെള്ളം
വന്ന് ഈ ഷോൾഡർ വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പിള്ളേരെ എടുത്ത് തോളത്ത് വെച്ച് അവരെല്ലാവരും ഒരുവിധം നീന്തി അവിടെ നിന്ന് നീന്തി എവിടെയാ കാവുംഭാഗം വരെ നീന്തി. എന്നിട്ട് ഇടയ്ക്ക് അവർക്ക് തലവടിയിൽ നിന്ന് ചക്കുളത്ത് കാവ് വരെ ഒരു ആംബുലൻസ് കിട്ടി. അതേ കയറി. എൻ്റെ മക്കളുടെ വണ്ടിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, എവിടെയായിട്ടിരിക്കുന്നതെന്ന് പോലും അവർക്ക് ലക്കില്ലാതായിപ്പോയി. പിന്നെ 1 മാസം കഴിഞ്ഞതിന് ശേഷം ആ വണ്ടി ചെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഏതായാലും വണ്ടിക്കും കുഴപ്പമൊന്നും പറ്റിയില്ല. വണ്ടിയെല്ലാം വെള്ളത്തിലായിരുന്നു, എടുക്കാൻ പറ്റില്ലായിരുന്നു. വെള്ളം ഫുള്ള് വെള്ളം നിറഞ്ഞ് ഒഴുകിയൊന്നും പോയില്ല, എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ അതുപോലെ ആ ഭാഗത്തൊക്കെ എന്തോരം ആളുകളൊക്കെ ഒഴുകിപ്പോയി. ഇങ്ങനെ എന്തൊരു സംഭവമായിരുന്നു ദൈവമേ, ഓർക്കുമ്പോൾ പേടിയാവുമോ ഇപ്പോഴും. ഇപ്പോൾ വെള്ളം ഇപ്പോൾ റോഡിലൊക്കെ കയറി, തോട് നിറഞ്ഞ് റോഡിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ റോഡിൽ നിന്ന് അവരുടെ മുറ്റത്തോട്ട് കയറും, അങ്ങനെയാണ്. അതുപോലെ വാതുക്കെ തോടാം. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ പേടിയാണ്. കഥകളൊക്കെ പറഞ്ഞ് കഥയല്ല ഇത്, ജീവിതം. അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പം നമുക്ക് അയ്യോ, പിന്നെ എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് എൻ്റെ പിള്ളേർ വന്ന് എൻ്റെ മോളെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ എല്ലാം നീന്തി അവരൊത്തിരി ബുദ്ധിമുട്ടി. അവരൊക്കെ ജീവൻ തിരിച്ച് കിട്ടുമോ എന്നുള്ള ഒരു ഇതിലായിരുന്നു, അത്രയ്ക്കുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ വീട്ടിൽ കുറേ ദിവസം ഇങ്ങനെ വെള്ളം ഇറങ്ങി ഫ്രിഡ്ജെല്ലാം കേടായിപ്പോയി കേട്ടോ. അലമാരയുടെ എല്ലാം കുറേശ്ശെ എല്ലാം പോയി. മേളിൽ കയറ്റി വെച്ചിരുന്നതൊക്കെ മാത്രം കുറച്ച് സാധനങ്ങൾ. അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇത്ര ഇങ്ങനെ വെള്ളം കയറുമെന്ന്. പക്ഷേ എല്ലാം ഒത്തിരി സാധനങ്ങൾ നശിച്ചു പോയി. വാഷിംഗ് മെഷീന്, അതുപോലെ ഫ്രിഡ്ജ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, കട്ടിൽ, ബെഡുകൾ, അലമാരയുടെ പകുതി ഭാഗത്തിരുന്ന തുണികൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നഷ്ടമായി. പിന്നെ അങ്ങനെ എന്താ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടൊരു പണിയാണ് ഈ വെള്ളം കയറി അത്രയും ഭാഗം തേച്ച് കഴുകി വൃത്തിയാക്കി. ചേറും ചെളിയും അഴുക്കും പാമ്പുകളും ഒക്കെ കയറി വന്നു വീടിനകത്ത്. അയ്യോ, ഭയങ്കരമായിരുന്നൊരു. അപ്പം അതൊക്കെ പോട്ടെ, ഇനി അങ്ങനെ ഒരു പ്രളയം ഉണ്ടാകാതിരിക്കട്ടെ ദൈവമേ. പിന്നെ അപ്പം ഞാനിന്ന് ഒരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. ഇന്ന് കണ്ട ഒരു മാങ്ങാ ചമ്മന്തി. ഇത് പുളി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അധികം. എന്നാലും ഞാൻ അത് വെച്ചിട്ടൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കണമെന്ന് ഇന്നൊരു ഭയങ്കര മോഹം. അപ്പം ചോറെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ആ മാങ്ങാ ചമ്മന്തി അരച്ച് മുട്ടയും കൂടെ പൊരിച്ചിട്ട് ഒരു ചോറൂണുണ്ട്. അപ്പം ഞാൻ മാങ്ങയൊക്കെ ചെത്തിയിട്ട് ഞാൻ കാണിക്കാൻ കഴിയും. അപ്പം ഞാൻ ഇന്നാരെയും ക്ഷണിച്ചില്ലല്ലോ എൻ്റെ വീഡിയോയിലേക്ക്. അപ്പോൾ സോറി തേങ്ങ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നേ. അത് ഒത്തിരി അങ്ങ് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ ആ തേങ്ങയുടെ ടേസ്റ്റ് അങ്ങ് വേറെയാകും. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ഇതേണ്ട തേങ്ങ. അപ്പോൾ നമ്മൾ പച്ചമുളകുണ്ട്. ഈ മാങ്ങാ ചമ്മന്തിക്ക് പച്ചമുളക് ഇട്ട് അരയ്ക്കുന്നതാണ് നല്ലതെന്ന് പറയും. പക്ഷേ പച്ചമുളക് പിന്നെ ഇഞ്ചി വെക്കില്ല എന്ന് പറയും മാങ്ങാ ചമ്മന്തിക്ക്. പക്ഷേ എനിക്ക് കുറച്ച് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്. ഇഞ്ചിയൊക്കെ നല്ലതല്ലേ, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇഞ്ചിയൊക്കെ കൂടുതൽ നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടെ വെച്ച്, പിന്നെ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഇല്ല, ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങാൻ മറന്നു കേട്ടോ. അപ്പം നമുക്ക് സവാള ഇടാം. ഓക്കെ, കുറച്ച് സവാള നമുക്ക് കട്ട് ചെയ്തിടാം. ഈ ചെറിയുള്ളി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ കുറച്ച് സവാളയും കൂടെ നമുക്ക് കട്ട് ചെയ്തിടാം. ഇതാ നമ്മുടെ മാങ്ങ. ഇത്രയും മുഴുവൻ മാങ്ങയൊന്നും വേണ്ടായിരിക്കും,
പക്ഷേ എന്നാലും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഈ മാങ്ങാ ചമ്മന്തി വെച്ചിട്ട് നല്ലതാണ് അല്ലേ? എനിക്ക് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ പേടിയാണ്. കയ്യിലെങ്ങാനും കൊള്ളുമോ മുറിയോ? എൻ്റെ നഖമൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ഇതേ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേന് നഖമൊക്കെ മുറിഞ്ഞു പോകും അകത്തേലൊക്കെ കൊണ്ടിട്ട്. ഞാൻ നോക്കട്ടെ, പുളിയുണ്ടോ എന്ന് നോക്കട്ടെ. അയ്യോ, ചെറിയ പുളിയേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പം അയ്യോ, ഞാൻ വീഡിയോ കാണാൻ ആരോടും പറഞ്ഞില്ലല്ലേ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തേക്കണം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കയറി കാണണം. ഞാനിതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. നമ്മൾ എന്താ ഈ കുക്കിങ് എന്തെങ്കിലുമൊക്കെ വെക്കുന്നതൊക്കെ ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യുമ്പം, നമ്മൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോഴോ, അതൊക്കെ എപ്പോഴും നിങ്ങൾ കാണുന്നല്ലേ ആ റോഡ് വഴികളൊക്കെ. അതൊക്കെ ഉള്ളൂ. എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെ ഒരേപോലുള്ള ബിൽഡിങ്ങുകളെ, കടകളെ എല്ലാം ഒരേ സ്ഥലം പോലെ ഇരിക്കും. എല്ലാം പല സ്ഥലങ്ങളാണെങ്കിലും ഉണ്ടല്ലോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്ന കടകളാണെങ്കിലും. അതുകൊണ്ട് പിന്നെ അതൊക്കെ എന്തോ എടുത്ത് കാണിക്കാനല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ കുക്കിങ്ങും പിന്നെ ഓരോരോ കഥകളോ പഴയകാല ഓർമ്മകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങളുണ്ട്. അയ്യോ, അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി നാട്ടിൽ. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴത്തേനെ എൻ്റെ മക്കൾ പറയുന്നത്, മോൻ പറഞ്ഞ് ഇന്നലെ രാത്രിയിലൊരു 1:45 2 മണിയൊക്കെ ആയി കാണും വെളുപ്പിനെ. എല്ലാവരും മഴയും തണുപ്പും പിടിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങുമല്ലേ. അപ്പം അങ്ങനെ ഒരു 1:45 ആയപ്പോഴേക്കും എൻ്റെ വീട്, എൻ്റെ അമ്മാവൻ്റെ 2 മക്കൾ താമസിക്കുന്നത് തൊട്ടടുത്തടുത്തടുത്ത് 2 വീടുകൾ അവരുടെ. അപ്പം മൂത്ത അമ്മാവൻ്റെ മോൻ താമസിക്കുന്ന അവർക്കൊരു പട്ടിയുണ്ട്. അപ്പം അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മുഴുവനൊന്നും തീർന്നിട്ടില്ല. അപ്പം പട്ടി കിടന്ന് കുരയ്ക്കുന്ന കേട്ടുകൊണ്ട് അമ്മാൻ്റെ മോൻ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പം അവൻ ഒരു വടിയൊക്കെ ആയിട്ടാണ് അകത്തുനിന്നേ വന്നപ്പം നോക്കിയപ്പം ഒരു ബംഗാളിയാണ്. അവനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറും. ഇവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവനകത്തേക്ക് കയറുക. ഒരു പരിചയമില്ല. നമ്മുടെ അവിടെയൊക്കെ ഈ ഹിന്ദിക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഈ ഓരോ പണിക്കാരൊക്കെ ഈ വാടകയ്ക്ക് ഒക്കെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ നമ്മുടെ റോഡിൽ കൂടിയൊക്കെ ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ പരിചയമുള്ളവരാരുമല്ല. പക്ഷേ ഇവൻ കയറി വന്ന് വടിയായിട്ട് ഇവൻ ഇറങ്ങി വന്നു. ഈ പട്ടി കിടന്ന് ഭയങ്കര കൊര. എന്നിട്ട് ഇവനെന്തൊക്കെയോ ഹിന്ദി പറയുന്നുണ്ട്. അവനൊന്നും ഹിന്ദി ഒന്നും മനസ്സിലായില്ല. ഇവന് മലയാളവും മനസ്സിലാകുന്നില്ല. ആരാടോ എന്താടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഇവനകത്തേക്ക് പിന്നെയും കയറി പോവാ. ഇവരെല്ലാവരും എഴുന്നിട്ട് അപ്പോൾ എൻ്റെ മോനെയൊക്കെ ഫോണിൽ വിളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇവർ വരുന്നത്. അപ്പം അവരുടെ ഒരു മോനും അപ്പുറത്തെ വീട്ടിലെ എൻ്റെ സ്വന്തം ഒരു മോനും എല്ലാം എൻ്റെ മോനൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവരിത് കണ്ടുകൊണ്ട് നിൽക്കുക. ഇവരൊന്നും പറയുന്നില്ല ഈ പിള്ളേർ. അന്ന് ഫോൺ എടുത്തൊന്ന് പോലീസിനെ വിളിക്കുവോ ഇവരിത് നോക്കി കണ്ടുകൊണ്ട് നിൽക്കുക. എന്നിട്ട് അവനെ ഓടിച്ചു വിട്ടു, വടിയെടുത്ത് ഓടിച്ച്. അപ്പോഴേക്കാണ് എൻ്റെ മോനൊക്കെ എഴുന്നേറ്റ് വരുന്നത്. നല്ല ഉറക്കത്തിൻ്റെ സമയമല്ലേ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് ഇവനെ ഓടിച്ച് കുറേ ദൂരം കൊണ്ടുപോയി. അവിടെ ഒരു കമ്പനിയുണ്ട്. അവിടെ കൊണ്ടുവന്ന് ആ സെക്യൂരിറ്റിയോട് ചോദിച്ച് ഇവനെ അറിയുമോ, ഇവനിവിടെ എങ്ങാനും പണിയുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞല്ല, ഇവനിവിടത്തുകാരനെ ഇവിടുന്ന് പണിയുന്നതല്ല, നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലേക്ക് അവൻ കയറുക. അപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചപ്പോഴത്തേന് അവർ കൂടെ അവർ നോക്കിയിട്ട് അവരൊന്നും പുറത്തോട്ട് ഇറങ്ങി വരുന്നുമില്ല. അങ്ങനെ എന്നിട്ട് ഇവരെ തല്ലാൻ വേണ്ടിയിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ തപ്പുവോ അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ ഫോൺ പോലീസിൽ അറിയിക്കണ്ടേ? എന്നിട്ട് അപ്പം പറയുക, ഫോണൊക്കെ അന്നേരം എടുക്കുന്നോ? ഫോൺ വീട്ടിലിരിക്കുക. ഫോണൊക്കെ അന്നേരം എടുത്തുകൊണ്ടല്ലല്ലോ ഇറങ്ങുന്നത്.
പിന്നെ എന്നാൽ ഈ അവിടെ നിന്ന പിള്ളേർ ഫോൺ എടുത്തൊന്ന് വിളിക്കണ്ടേ, അല്ലെ പോലീസിൽ അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ. ആ പിള്ളേർ അതും ചെയ്തില്ല. അങ്ങനെ അവനെ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് നമ്മുടെ ഗേറ്റൊക്കെ അടച്ചെങ്കിൽ അടച്ചു, ഇല്ലെങ്കിൽ ഇല്ല. വണ്ടികൾ എത്ര എണ്ണം ഇങ്ങനെ നമ്മുടെ മുറ്റത്തിരിക്കുന്നു. ഇപ്പം എന്താ അതൊന്നും അത് തന്നെയല്ല, ഈ രാത്രിയിലൊക്കെ ഈ അടുത്ത വീട്ടിലോട്ടൊക്കെ ഈ എൻ്റെ മോൻ്റെ കൊച്ചൊക്കെ ഇറങ്ങി ഓടിപ്പോകും. എന്നിട്ട് അവിടെ പോവുകയാണേ ഇവിടെ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് പോകും. ആൺകൊച്ചുങ്ങളാണേലും ഇപ്പോൾ ഒന്നും വിശ്വസിക്കാനൊക്കത്തില്ല ഇപ്പോഴത്തെ കാലം. ഇപ്പം ഇങ്ങനെ ബംഗാളികളും ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നതല്ലേ. ചിലപ്പം ഇറങ്ങി വരുമ്പോഴേക്കും പിടിച്ചോണ്ട് പോയാൽ ഇപ്പം അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കൊച്ചങ്ങോട്ടും ഇങ്ങോട്ടോ പോയി അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളും ഇരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ കാലം എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഓരോരോ കഥകൾ. അപ്പം നമുക്ക് മാങ്ങാച്ചമ്മന്തി അരയ്ക്കണ്ടേ? കഥ കേട്ടോണ്ടിരുന്നാൽ മതിയോ? കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പോൾ നമുക്ക് മാങ്ങാച്ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, സവാളയുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി വേണം. ഉപ്പ് ഞാൻ പാത്രത്തിനകത്തോട്ട് ഇടുന്നില്ല, നമ്മൾ മിക്സിയിൽ ഇടുമ്പം അതിനകത്തോട്ടിടാം. അപ്പോൾ കാണാമേ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ. ഓമനപ്പാട്ടിൻ്റെ ഈണമാണിന്നഴകേ. തെയ്യന്നം തെയ്യന്നം പാടുന്ന പാട്ടിൻ്റെ ഓമനപ്പാട്ടിൻ്റെ ഈണമാണിന്നഴകേ. പച്ചപ്പനന്തത്തെ പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പച്ചമുളക് എടുത്തു, ഇഞ്ചി എടുത്തു, സവാള എടുത്തു. ഇനി നമുക്ക് ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പിലയും കൂടി ഇടാം. ഇച്ചിരി കറിവേപ്പില ഇല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരുമല്ല. ഓക്കെ, കണ്ടോ, ഉണങ്ങിയ കറിവേപ്പില ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. ഓക്കെ, മാമല വെട്ടി വയലാക്കി പുന്നെല്ലിൻ വിത്തറിഞ്ഞ് അപ്പോൾ ഇനി എന്താണ്, തേങ്ങയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ എടുത്തിടുക. എന്താവോ എന്തോ. കുറച്ച് തേങ്ങ, പിന്നെ എനിക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇച്ചിരി തേങ്ങ ഇട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഞാനിങ്ങനെ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ അങ്ങ് മുട്ട പൊരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് പൊരിക്കാം അല്ലേ. ഓക്കെ, അപ്പം ഉപ്പും കൂടി ഇടാം. കൂടി പോവോ?
അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ചു. ദാ മാങ്ങാ ചമ്മന്തി കണ്ടാ. ഓ, ചോറിനും കൊതിയാവുന്നു. അപ്പോൾ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. കൈ കഴുകിയിട്ട് ഒരു ബൗളെടുക്കുക. ബൗളെടുത്തു. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരു പച്ചമുളക്, അയ്യോ ഇപ്പോഴാണ് ഓർത്തത്, മാങ്ങാ ചമ്മന്തി കാന്താരി വെച്ചരയ്ക്കുന്നത് നല്ലതല്ലേ? കാന്താരി വെച്ചരയ്ക്കേണ്ടതായിരുന്നു. പച്ചമുളക് ഒന്ന് കഴുകിയെടുക്കട്ടെ. നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഓ, അതിന് വേണ്ടിയിട്ട് ഇനിയും കട്ടിംഗ് ബോർഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലേ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആർക്കോ പറയുന്ന കേട്ട് തോടും ആറും പുഴയൊക്കെ കാണിക്കുന്ന കണ്ടായിരുന്നു. വെള്ളം ഭയങ്കര ഒഴുക്കും വെള്ളവും. ദൈവമേ, ഈ വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാകാതിരുന്നു. മഴ ഇങ്ങനെ വേണ്ടായിരുന്നല്ലേ? എവിടെയൊക്കെയോ ഉരുള് പൊട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം പൊങ്ങുന്ന പോലെ മഴയും ഇതൊന്നും വേണ്ടായിരുന്നു. മഴയൊക്കെ ആവശ്യത്തിന് വേണം. വെള്ളത്തിനും മനുഷ്യന് ചൂട്, ഈ മനുഷ്യന് ദോഷകരമായിട്ടുള്ള വെള്ളപ്പൊക്കമൊന്നും വേണ്ട. എന്തൊരു കാലാവസ്ഥയും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന, പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ജൂൺ 1-ാം തീയതി മഴ തുടങ്ങും. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പം കുറച്ച് ഈ പടിഞ്ഞാറ് പ്രദേശത്തു നിന്ന് ആ പിള്ളേരെല്ലാം കൂടുതലും ആ സ്കൂളിൽ വരുന്നത് AVHS. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ അവിടെ ആ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും. AVHS എന്നാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച സ്കൂളിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് വരുന്നത് നീലംപേരൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്ന് ഉള്ള കുട്ടികളാണ് മുക്കാൽ ഭാഗവും വരുന്നത്. അപ്പോൾ ഈ മഴയും അവിടെ ആറത്തോടും കണ്ടവും ഒക്കെ ഉള്ളിടമല്ലേ, കായലും അങ്ങനെയൊക്കെ ഉള്ളിടമല്ലേ. അതുകൊണ്ട് അന്ന് മുതൽ ഞങ്ങൾക്ക് സ്കൂൾ അവധിയാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിന് അവധിയാണ്. ഈ പിള്ളേരൊക്കെ വരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് ആ പ്രദേശമൊന്നും വെള്ളം കയറുന്നതും അല്ല, ഒരു പ്രശ്നവും ഇല്ല, മഴയും വെള്ളവും ഒന്നും. അങ്ങനത്തെയൊക്കെയുള്ള ഓരോരോ ഓർമ്മകൾ. അപ്പോൾ നമുക്ക് മുട്ടയിൽ ഈ തേങ്ങയും കൂടി ഇടാം, പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും കൂടി ഇടാം. പച്ചമുളക്, ഇഞ്ചി, പിന്നെന്തുമായിരുന്നു, സവാള, ഇച്ചിരി ഇഞ്ചിയും കൂടെ നമുക്കിടാം. ഇഞ്ചിയൊക്കെ ഇട്ടാൽ നല്ലൊരു, ഇങ്ങനെയൊക്കെ അരിയാൻ എനിക്ക് പേടിയാണ്, കൈ മുറിയും. ഇത്രയും സാധനത്തിന് വേണ്ടിയിട്ട് വെറുതെ കട്ടിംഗ് ബോർഡ് എടുത്ത് പിന്നെ അതെല്ലാം കഴുകി പിറകെ വെക്കണം അല്ലേ. അപ്പം അത്രയായി. ഇനി നമുക്ക് കത്തിയൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ ഇനി വേറെ എന്തായിരുന്നു, ഉപ്പ്, ഇച്ചിരി ഉപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന്
ഇളക്കി എടുക്കാം. കണ്ട, വിശന്നിട്ടാണെങ്കിൽ വയ്യ. ഇപ്പോൾ ഇവിടെ എത്രയെന്നറിയോ സമയം? 3:30. നമ്മൾ അടുപ്പ് ഓൺ ചെയ്തില്ല. എല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും പാനൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട ഇതിലേക്ക് ഇടാം. അജിത പറയുന്ന കേട്ടപ്പോഴാണ് 2018 വെള്ളപ്പൊക്കം. അത് പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ ഓർത്ത്. അല്ലെങ്കിൽ തന്നെ ഓർക്കും ഈ മഴയും കാറ്റും വെള്ളപ്പൊക്കം ഒക്കെ ആന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഓർക്കും ആ 2018. അയ്യോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ. അപ്പം അജിത പറയുന്നത്, അജിത അനിയത്തിയും കൂടെ ഈ വെള്ളപ്പൊക്കത്തിന് അവിടെയൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നോ, തട്ടാനും ഇതൊക്കെ ഉണ്ടായിരുന്നോ ഈ വെള്ളപ്പൊക്ക സമയത്ത്? എല്ലായിടവും വെള്ളം കയറി എല്ലാവരും ഗ്യാബിൽ പോയിരിക്കുന്ന സമയത്തൊക്കെ ഓടി മൂക്കുത്താൻ പോയി. അപ്പം ഞാൻ അന്നേരം ഓർക്കുമായിരുന്നേ, വെള്ളപ്പൊക്കം കൊണ്ട് ഭയങ്കര, ഞാനത് കുറ്റമായിട്ടൊന്നും പറയല്ല കേട്ടോ അജിത. അപ്പം ഞാൻ ഓർത്തൊരു കാര്യമാണ്, അത് ഞാൻ നേരെ അങ്ങ് പറയുക. ഞാൻ കുറ്റം പറയല്ലോ ഒരിക്കലും. അപ്പോൾ അത് രസകരമായിട്ട് തോന്നി. ഞാൻ ഒത്തിരി ചിരിച്ചു കേട്ടോ അത് കണ്ടപ്പോൾ, വെള്ളപ്പൊക്കത്തിന് മൂക്കുകുത്താൻ പോയ കാര്യം. അപ്പം നമ്മൾ പറയും, അമ്മയ്ക്ക് പ്രസവവേദന മകൾക്ക് വീണ വായനാന്ന്. അപ്പം ഞാനത് അങ്ങനെയാണ് ഒരു ഇത് ഓർത്തത് കേട്ടോ. അജിത ഇത് കാണുമ്പം എന്നെ കുറ്റമൊന്നും പറയില്ല കേട്ടോ. ചേച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞേക്കരുത്. എനിക്ക് അന്നേരം തന്നെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അത് രസമായിട്ട് തോന്നി കേട്ടോ. അല്ലാതെ കുറ്റം പറഞ്ഞതല്ല ഒരിക്കലും ഞാൻ കേട്ടോ. എന്നൊന്നും പറഞ്ഞേക്കില്ലേ, കുറ്റം പറഞ്ഞതല്ല. അയ്യോ. അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഞാനിങ്ങനെ അടിച്ചെടുത്ത്. അയ്യക്കുട്ടിയെ എന്നൊന്നും പറയില്ല കേട്ടോ. അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ്? അപ്പം ഇതൊന്ന് ചൂടായോന്ന്, ഈ ചട്ടി പാൻ ചൂടായോന്ന് അറിയാനായിട്ട് എന്താ ചെയ്യുന്നത്? ഇച്ചിരി വെള്ളം ഇങ്ങനെ തളിച്ച് നോക്കുക. ചൂടായി വരുന്നതേ ഉള്ളൂ. ഒന്ന് വെള്ളം ഒന്ന് നമ്മൾ ദോശക്കല്ലൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണേലും നമ്മൾ എണ്ണയൊക്കെ തൂത്തിട്ട് എന്താ കല്ലേലിങ്ങനെ വെള്ളം തെളിച്ചു കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ വെള്ളം തെളിക്കുമ്പോൾ ഷൂ എന്നും പറഞ്ഞിട്ട് ഒച്ച ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാം കല്ല് ചൂടായി എന്ന്. കല്ലല്ലല്ലോ, പാൻ. ഇതിലും ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളപ്പോഴുണ്ടല്ലോ ഈ ഡോർ അടിച്ചിട്ടില്ലെങ്കിൽ അലാം അടിക്കും. ഞാനതെപ്പോഴും മറന്നു പോകും. പിന്നെ ഇങ്ങനെ പുക കയറാൻ തുടങ്ങുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ മുട്ട അങ്ങോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് പുക വരും. വിൻഡോയും കൂടെ തുറന്നിട്ടേക്കാം. ഓക്കെ. ഇവിടെ മഴക്കാറുണ്ട്. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല സൂപ്പറായിരിക്കും മുട്ട വറുത്തത്.
ചട്ടുകം. ഉണ്ടോ മുട്ട? അപ്പോൾ നമുക്കൊന്ന് മറിച്ച് ഇടാറായി. ഒന്ന് മറിച്ചിടാമേ. ഓക്കേ, മറിച്ചിട്ട് ഒരു പാട്ട് ഇങ്ങനെ ഓർത്താൽ പിന്നെ അതിൻ്റെ വരികൾ മാത്രം ഇങ്ങനെ എപ്പോഴും മനസ്സിൽ മൂളിക്കൊണ്ട് നടക്കും. ഏതെങ്കിലും ഒരു പാട്ട് കിട്ടിയാൽ മറ്റേ കിലുക്കത്തിനകത്ത് തിലകനോട് ഇന്നസെൻ്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അഹങ്കാരം കൊണ്ട് പറയല്ല, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും, അങ്ങനെ ആ ഒരു ഇതില്ലേ, അതിൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ റീൽസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. അത് കണ്ട് ഞാൻ ഒത്തിരി ചിരിച്ച്. അപ്പോൾ ദാ നമ്മളുടെ മുട്ട റെഡി കണ്ട. അപ്പോൾ ഞാൻ ചോറ് എടുക്കട്ടെ? ആർക്കൊക്കെ വേണം? ആരൊക്കെ വരുന്നുണ്ട് ചോറിനാൻ? അപ്പോൾ ചോറ് വിളമ്പാം അല്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യന്നേ. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തിട്ട് വരാമേ, കാണിക്കാമേ. ചോറ്, ആ മുട്ട ഇങ്ങനെ ഇതിനകത്തോട്ട് വെക്കുക. പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ, മാങ്ങ ചമ്മന്തി, അതും കൂടി എടുത്ത് സ്പൂൺ എടുക്കട്ടെ. ഞാൻ കഥകളൊക്കെ പറഞ്ഞ് ഒത്തിരി ബോറടിപ്പിച്ചോ നിങ്ങളെ? സോറി കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അങ്ങ് നീണ്ടുപോകും. അതേണ്ട ചമ്മന്തി, പിന്നെ വേണമെങ്കിൽ അച്ചാറോ തൈരോ എന്തെങ്കിലും, തൈര് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇച്ചിരി മാങ്ങാ ചമ്മന്തിയൊക്കെ കൂടുതൽ എടുത്ത് കേട്ടോ. അപ്പോൾ അതെ കണ്ട, അയ്യോ മുട്ടയൊക്കെ എടുത്തു, പക്ഷേ അടുപ്പ് ഓഫ് ചെയ്തില്ല. വേണ്ട മുട്ട ഇങ്ങനെ വയ്ക്കാം. വേണ്ട ചോറ്, മാങ്ങാ ചമ്മന്തി, മുട്ട. ചമ്മന്തിയൊക്കെ കാരണം ചോറ് കാണാൻ പാടില്ലല്ലേ. അപ്പം ആരൊക്കെ വരുന്നുണ്ട് ഉണ്ണാൻ? അപ്പം എന്തേ ഇത് കണ്ടോ, ഇറ്റാലിയൻ ലെമണാണേ. അത് നല്ല നമ്മുടെ ഈ കറിനാരങ്ങയില്ലേ, ഓണത്തിനൊക്കെ നമുക്ക് സാധാരണ കിട്ടുമല്ലോ കറിനാരങ്ങ. ആ നാരങ്ങയുടെ സ്മെല്ലും ടേസ്റ്റുമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നാരങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചിട്ട് വന്നാൽ. അപ്പം എന്തേ ചോറ് കഴിക്കട്ടെ? ആരൊക്കെ വരുന്നുണ്ടോ? വേണ്ടവരെല്ലാം വരൂ കേട്ടോ, എല്ലാവരും വരൂ, എല്ലാവർക്കും തരാം. കുറേ ചമ്മന്തിയുണ്ട്, മുട്ടയൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ പൊരിച്ചെല്ലാം തരാം. അപ്പോൾ കഴിക്കാൻ വരുന്നുണ്ടോ? അപ്പം മറക്കണ്ട, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഓക്കെ അല്ലേ? അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല, നിങ്ങളുടെ പാചകം അത്ര പോരാ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം എനിക്ക് അടുത്ത വീഡിയോ അതിൻ്റെ അനുസരിച്ച് ചെയ്യാമല്ലോ. താങ്ക് യു. ഇനി
അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.